കോട്ടൺ കോട്ട ഫാബ്രിക്കിലുള്ള ഒരു സമ്മർ ബേസ്ഡ് കളക്ഷൻസ് ആണ് വന്നേക്കുക. ഇത്രയും കളർ ഷീറ്റ്സ് ആണ്. സോ അപ്പം ഇതാണ് വർക്ക് വരുന്നത്. അതിൻ്റെ മെയിൻലി യോക്ക് പോർഷനിലാണ് വർക്ക് കൂടുതലായിട്ടും വരുന്നത്. ഇതുപോലെ ഫുൾ ആ ഒരു ത്രെഡ് വർക്ക്, ചെറിയ സീക്വൻസും ഹാൻഡ് വർക്കും അതുപോലെ ലേസ് പാച്ചും ഒക്കെ കമ്പൈൻഡ് ആയിട്ടാണ് വർക്ക്. വളരെ എലഗൻ്റ് നിൽക്കുന്നൊരു കളക്ഷൻ. സമ്മർ സ്പെഷ്യലായിട്ടുള്ള കളക്ഷനാണ്. കളേഴ്സ് നല്ല സെലക്റ്റീവ് കളർ ഷീറ്റ്സ് ആണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെലക്റ്റീവ് കളേഴ്സാണ്. ഡീറ്റെയിൽസ് കാണാം. സോഫ്റ്റ് കോട്ടയാണ് കേട്ടോ ഫാബ്രിക്. ഇത് ഫുള്ളും ഈ ഒരു ഷിപ്ലി സ്റ്റൈൽ എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പ് ഓൾ ഓവർ വരിക. യോക്ക് പോർഷൻ കണ്ടോ ഒരു സെപ്പറേറ്റഡ് സ്റ്റൈലിൽ ഒരു ബോക്സ് പോലെ ആ ഒരു ലേസ് പാച്ച് ബോർഡേഴ്സ് ചെയ്തേക്കുന്നു. പിന്നെ ഹാൻഡ് വർക്കാണ് അതിൽ കൂടുതലും വന്നേക്കുന്നത്. ഒരു കളറിൻ്റെ ലുക്ക് ഇതുപോലെ വരും. ദുപ്പട്ട ഫുള്ളും ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തേക്കുന്നു. താഴെ ഭാഗത്ത് സെയിം ആ ഒരു പാച്ച് വർക്ക് എംബ്രോയ്ഡറി പാച്ച് ചെയ്തേക്കുവാണ്. ഇതാണ് ലുക്ക്. ഇതൊരു ടാക്ക് ലാവൻഡറാണ്. പക്ക ലാവൻഡർ അല്ല, എന്നാലും ലാവൻഡറൊക്കെ സിമിലർ ആയിട്ട് നിൽക്കുന്ന ഇതിലെ കളേഴ്സ് എല്ലാം പൊളി കളേഴ്സാണ്. പാറ്റേൺ സെയിം തന്നെ. വളരെ ഈ ഒരു സ്റ്റൈൽ ഓഫ് വർക്ക് നമ്മൾ എപ്പോഴും തന്നെ കാണിക്കുന്നതാണ് മിക്ക വീഡിയോസുകളിലും. ഇങ്ങനത്തെ പാറ്റേൺസ് ഈ കോട്ടയല്ല, വേറെ ഫാബ്രിക്കൊക്കെ ആയിരിക്കും. വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. ഇത് സോഫ്റ്റ് കോട്ടയാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കും. അതിലാണ് ഈ ഒരു വർക്ക്. ഇതൊരു ബ്രിക്ക് പിങ്ക് എന്ന് വേണേൽ പറയാം. അതുപോലത്തെ അല്ലെങ്കിൽ ഡാർക്ക് കോറൽ പിങ്ക് എന്നൊക്കെ പറയാം. ഒരു കളർ ഷെയ്ഡാണ്. വീഡിയോയിൽ ഡസ്റ്റി ഫിനിഷിലാണ് വരുന്നത്. ഒരു ഡസ്റ്റി ഫിനിഷില്ല, നല്ല കളർ ഷെയ്ഡ്സാണ്. ദുപ്പട്ട ഫുള്ളും ബ്ലോക്ക് പാറ്റേൺ. താഴെ ഭാഗം ഇതുണ്ടല്ലേ സെയിം പാച്ച് വർക്ക്, ആ ഒരു എംബ്രോയ്ഡറി പാച്ച് വർക്കും കൂടെ അറ്റാച്ച് ചെയ്തേക്കുന്നു. ഒരു കാഷ്വൽ ഫോമിലും ചെറിയ ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാനും പറ്റും. ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സെറ്റ് പാറ്റേൺ ആണ്. ഒത്തിരി ഓവർ വർക്ക്സ് ഒന്നും ഇല്ല ഇതിലിങ്ങനെ കൊണ്ടുവരാനുള്ള വർക്ക്സും ഇല്ല. ചെറിയ ചെറിയ ഷുഗർ ബീറ്റ്സ് ആണ് ഇതിൽ മെയിൻലി ചെയ്തേക്കുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്നത് ഇത് ഒരു ബ്ലൂവിഷ് ലാവൻഡർ കളർ തന്നെയാണ് വരുന്നത്. നല്ല ഷെയ്ഡ്സാണ്. പാറ്റേണും ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന പാറ്റേൺ ആണ് ഇതിലെല്ലാം ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ ഇത് ഒരു ഡസ്റ്റി ഫിനിഷിലാണ് വരുന്നത്. ഇതിനും ഡസ്റ്റി ഫിനിഷ് നേരിട്ട് കാണുമ്പോൾ ഇല്ല. വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഫാസ്റ്റ് മൂവിങ് കളർ ഷെയ്ഡ്സാണ്. നല്ല ലെങ്തും വിഡ്ത്തും ഉണ്ട്. ഇതിൻ്റെ എല്ലാം ബോട്ടം സെയിം കളർ സാൻഡൂൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുക. ഇതിലും കളർ ചേഞ്ച് വരുന്നുണ്ട്. വീഡിയോയിൽ ഒരു ഡസ്റ്റി ബ്ലൂ ഷെയ്ഡിലായിരിക്കും വരിക. നേരിട്ട് കാണുമ്പോൾ ഒരു ബ്ലൂവിഷ് ഗ്രീൻ ആണ്. എന്നാലും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഗ്രീൻ കളറാണ് ഈ ഒരു കളറിൽ കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. പാറ്റേൺ സെയിം. മുന്നേ കണ്ടതിൻ്റെ ദുപ്പട്ടയിൽ ഇത്രയും ഹെവി ആയിട്ട് ബ്ലോക്സ് വന്നിട്ടില്ല. ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ഇച്ചിരിയുടെ പാറ്റേൺ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതിലെല്ലാം ഒരേപോലെ തന്നെയാണ് ആ ബ്ലോക്ക് പ്രിൻറ്റഡ് പാറ്റേൺ. താഴെ ആ പാച്ച് വർക്ക്. ഇതാണ് ലുക്ക്. ഇതും ഡസ്റ്റി കളർ ഫിനിഷിലാണ് വരുന്നത്. ഒരു ഡസ്റ്റിയും ഇല്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പിങ്ക് കളറാണ്. പിങ്ക് എന്ന് പറഞ്ഞാലും ചെറിയൊരു ഒണിയൻ്റെ ബ്ലെൻഡുള്ള എന്നാൽ പിങ്ക് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സാണ് വരുന്നത്. 1240 പ്രൈസ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റാണ്. ഫാസ്റ്റ് മൂവിങ് ആണ്. സമ്മർ ബേസ്ഡ് ആയിട്ടുള്ള കാറ്റലോഗാണ്. ചൂടൊന്നും എടുക്കില്ല. സാൻഡൂൺ ബോട്ടമാണ്. ഇതെല്ലാം ചെറിയ ചെറിയ 2 ടോൺ സ്റ്റൈൽസ് വരുന്നതായതുകൊണ്ട് ഇതിൽ നമുക്ക് കോട്ടൺ ബോട്ടം കൊടുക്കാൻ പറ്റില്ല. ഇതുമായിട്ട് കറക്റ്റ് മാച്ചിങ് വരുന്നത് എപ്പോഴും സാൻഡൂൺ ബോട്ടമാണ്. അതുകൊണ്ട് ഇതിൽ നമ്മൾ സാൻഡൂൺ കൊടുത്തത്. ഈ ഒരു ചൂട് സമയത്ത് കൂടുതലും ആൾക്കാർ കോട്ടൺ ചോദിച്ചാലും അതിൽ സാൻഡൂൺ ആണ്. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സേ ഉള്ളൂ. താങ്ക് യു.